ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അംബർല മെഷീൻ്റെ ഷട്ടിലിൻ്റെ അകത്തും ഹുക്സിലും ബോബൻ കേസിനകത്തൊക്കെ നൂല് കയറി കംപ്ലീറ്റ് ചുറ്റി ജാമായി കഴിഞ്ഞാൽ പിന്നെ മെഷീൻ അങ്ങ് ജാമായി പോകും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇന്ന് അഴിച്ച് റീസെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുകൊണ്ട് കംപ്ലീറ്റ് നൂല് കയറി കുരുങ്ങി ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്. മെഷീൻ ഇപ്പം കറങ്ങാതിരിക്കുക. ഇതിൻ്റെ സൈഡ് പ്ലേറ്റ് ആദ്യം ഊരിയെടുക്കണം. അതിനുശേഷം പ്രഷർ ഫുഡ് ഇതേപോലെ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, നമുക്ക് സിമ്പിളായിട്ട് ഇതെല്ലാം ഊരിയെടുക്കാം. ഈ നീഡിൽ പ്ലേറ്റിൻ്റെ 2 സ്ക്രൂ ഉണ്ട്, ആ നീഡിൽ പ്ലേറ്റ് കൂടെ അഴിച്ചു മാറ്റണം. ഇതേപോലെ 2 സ്ക്രൂ ഒന്നും തെറിച്ച് പോകാതെയൊക്കെ സൂക്ഷിക്കണം. അതിനുശേഷം ഈ പല്ലിന് 2 സ്ക്രൂ ഉണ്ട്, പല്ലിൻ്റെ സ്ക്രൂവും കൂടെ നമ്മൾ ഊരിയെടുക്കുക. ഇതേപോലെ നമുക്കത് സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ സാധിക്കും. ഇനി നമുക്കിത് മെഷീൻ ചെരിച്ച് വെക്കണം. ഇതുപോലെ ഇങ്ങനെ ചെരിച്ച് വെച്ചതിന് ശേഷം അടിയൊരു സ്റ്റോപ്പറുണ്ട്. ഈ ഷട്ടിൽ കറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള സ്റ്റോപ്പറാണിത്. ഈ സ്റ്റോപ്പർ നമ്മൾ ഊരിയെടുക്കുക ഇതുപോലെ. ഇനി അതിന് ശേഷം നമുക്ക് ഷട്ടിലിൻ്റെ 3 സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ ഊരിയാൽ സിമ്പിളായിട്ട് ഇതേപോലെ ഇത് നമുക്ക് വെളിയിലോട്ട് ഊരിയെടുക്കാൻ സാധിക്കും. കണ്ടോ, നൂല് കയറി മൊത്തം കുരുങ്ങിയിരിക്കുകയാണ്. ബോബൻ കേസിലെയും എല്ലാം നൂല് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുക. ഷട്ടിലിനുള്ളിലെല്ലാം കുരുങ്ങിയിരിക്കുന്ന നൂലുകളുണ്ട്, അതെല്ലാം പതിയെ വലിച്ചെടുക്കണം. അത് പതിയെ നമ്മൾ കറക്കി വലിക്കുമ്പോൾ സിമ്പിളായിട്ടെല്ലാം ഊരി വരും. ഇത് കണ്ടോ, ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടാണെങ്കിലും ഊരി വരും. ഊരിക്കഴിഞ്ഞാൽ പിന്നെ അത് സിമ്പിളായിട്ട് കിടന്ന് കറങ്ങുകയും ചെയ്യും. കണ്ടോ, ഇതിപ്പോൾ നല്ല കറങ്ങുന്നുണ്ട്, ഷട്ടിലിന് കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് വീണ്ടും ഇത് റീസെറ്റ് ചെയ്യണം. അതിന് മെഷീൻ ചെരിച്ച് പിടിച്ചതിന് ശേഷം ആ ഷട്ടിലിൻ്റെ വീതി കുറഞ്ഞ ഭാഗം മുകൾ ഭാഗത്താകുന്ന രീതിയിൽ ഇത് കണ്ടോ ഇതുപോലെ ഫിറ്റ് ചെയ്ത് അകത്തോട്ട് തള്ളി കൊടുക്കുക. അത് ഇതുപോലെ കണ്ടോ, വീതി കുറഞ്ഞ ഭാഗം മുകൾ ഭാഗത്തോട്ടാകുന്ന രീതിയിൽ ഇങ്ങനെ തള്ളി കൊടുക്കുക. ഇല്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ ആ പല്ല് സെറ്റ് ചെയ്യുന്ന ആ ബാറിൽ ഷട്ടിൽ ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇനി ആ സ്റ്റോപ്പർ നമ്മൾ അഴിച്ചതുപോലെ തന്നെ തിരിച്ചവിടെ ഫിറ്റ് ചെയ്യുക. ഈ സ്റ്റോപ്പർ ഇങ്ങനെ ചെയ്ത് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൂചി ഇറക്കി നോക്കുക. കറക്റ്റ് സെൻറ്ററായിട്ട് ഇറങ്ങി വരണം. സൂചിയുടെ ഹോള് ഷട്ടിലിനുള്ളിൽ കാണത്തക്ക രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. സൂചിയുടെ ഹോള് മാത്രം നമ്മുടെ ഷട്ടിലിനുള്ളിൽ കാണത്തക്ക രീതിയിൽ നീഡിൽ ബാർ സെറ്റ് ചെയ്താൽ മതി, സംഗതി ഓക്കെ ആവും. ഇപ്പോൾ കറക്റ്റ് ടൈമിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, എങ്ങും തട്ടുന്നും മുട്ടുന്നും ഒന്നുമില്ല, നല്ല പക്ക ആയിട്ടുണ്ട്. ഇത് നല്ല സിമ്പിളായിട്ട് ഇപ്പോൾ കറങ്ങുന്നുണ്ട്. ഇനിയും പല്ല് നമ്മൾ ഊരിയതുപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യുക. ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ നീഡിൽ പ്ലേറ്റ് ഉണ്ട്, നീഡിൽ പ്ലേറ്റിൻ്റെ 2 സ്ക്രൂവും അതേപോലെ തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുണ്ടോ, ഇതേപോലെ നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തേക്കണം. ഇനി അതിൻ്റെ പ്രഷർ ഫുഡ് ഉണ്ട്, ഈ പ്രഷർ ഫുഡ് കൂടെ ഫിറ്റ് ചെയ്ത സംഗതി ഓക്കെ ആയി. മെഷീൻ കണ്ടോ, സിമ്പിളായിട്ട് ഇങ്ങനെ നമുക്ക് നൂല് കയറി കുരുങ്ങിയാൽ അഴിച്ച് റീസെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.